കർത്താവിൻ്റെ അനുഗ്രഹം അടിപ്പിട പോലെ പൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ആരാധന നിമിഷം നമ്മുടെയൊക്കെ ആവശ്യിക്കുന്ന സമയമാണ്. ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും അകലെ ഉടമ്പടിയിൽ ഓൺലൈനിലുള്ളവരും ജാഗ്രതയോടെ ഈ ആരാധനയിൽ പങ്കെടുക്കേണ്ടതാണ്. കൈകളെ ഇടതുനെഞ്ചിൽ വെച്ചിട്ട് വലത് കരങ്ങൾ ശിരസിൽ വെച്ചുകൊണ്ട് നമുക്ക് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ രോഗങ്ങൾ, ഇതൊരു അസുലഭമായൊരു സമയമാണ്. കർത്താവ് എന്നോട് പറഞ്ഞതുപോലെ, എൻ്റെ മനസ്സിൽ തോന്നിച്ചതുപോലെയാണ് നിന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇടത് നെഞ്ചിലും വലത് കരം നിൻ്റെ ശിരസിലും, നിൻ്റെ മുഴുവൻ ശരീരം, ഇവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ഈ സമയത്ത് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. നീ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നീ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അത് നീ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല, മറിച്ച് നിന്നോടുള്ള സ്നേഹത്താൽ നിൻ്റെ ദൈവം തൻ്റെ അടുത്തേക്ക് നിന്നെ വിളിച്ചതാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥത്തിലാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിൻ്റെ വിഷയത്തിൻ്റെ മേൽ കണ്ണീരിന് പരിഹാരം ഉണ്ടാക്കാൻ പോകുന്ന ദൈവികമായ നിമിഷങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഒരു വാക്ക് മതി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഒരു വാക്ക് മതി, എനിക്കത് മതി. 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 വീണ്ടും ശിരസിൽ കൈവെക്കുക, ഇടത് കൈ ഇടനെഞ്ചിൽ വെക്കുക. കർത്താവിൻ്റെ അനുഗ്രഹം ചൊരിയുന്ന സമയമാണ്. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി എടുത്ത മക്കൾ, ഉടമ്പടി എടുക്കാൻ പോകുന്ന മക്കൾ, ഉടമ്പടി ജീവിക്കുന്ന മക്കൾ, കണ്ണുനീരോടെ കർത്താവിൻ്റെ ദിവസം ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുന്ന അമ്മേ, ഓരോ മകനെയും മകളെയും തൊടുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അടിപ്പട പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഈ നിമിഷം മക്കളിലേക്ക് ഇടിച്ചിറങ്ങട്ടെ. ആന്തരിക അവയവങ്ങൾ, രോഗബാധിതമായ അവയവങ്ങൾ, അവയവങ്ങൾ, തലച്ചോറുകൾ, സൂക്ഷ്മ ഞരമ്പുകൾ, ബ്ലോക്ക് വന്നിരിക്കുന്ന അവസ്ഥകൾ, അതുപോലെ തന്നെ ശ്വാസനാളങ്ങൾ, അതുപോലെ തന്നെ തൊണ്ടകൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, അതുപോലെ തന്നെ കർത്താവ് തൈറോയിഡ് രോഗങ്ങൾ, കർത്താവെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവെ അങ്ങ് സ്പർശിക്കണമേ. എല്ലാ രോഗികളെയും അങ്ങ് സ്പർശിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.